ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് പ്രിയ സഹോദരിമാരോടൊത്ത് ഈ നിലയിൽ ഒരു കൂട്ടായ്മ ആചരിപ്പാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ दोपहर की वेला इस तरह खगड़िया का बहनों के साथ इस तरह एक संगति करने के लिए परमेश्वर ने ऐसे मौका दिया, इसलिए मैं परमेश्वर को धन्यवाद देती हूँ. നമ്മുടെ ബദ്ധപ്പാടുകളൊക്കെ മാറ്റിവെച്ചിട്ട് അല്പസമയം സഹോദരിമാരായ നമുക്ക് മറിയെ പോലെ പാദപീഠത്തിലേക്ക് വന്നിരിപ്പാനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हम अपना मैंने जो काम काज थोड़ा सा किनारे करके जिस तरह मरियम परमेश्वर का प्रभु का चरणों तले आके बैठे थे प्रभु का वचन सुनने के लिए, वाणी सुनने के लिए, वैसे प्रभु हमारे लिए भी सबके लिए ऐसे मौका दिया, उसके लिए मैं प्रभु का धन्यवाद देती हूँ. നമുക്കറിയാം നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്ന ലോകം മുഴുവൻ ഒരു മഹാമാരിയുടെ പിടിയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. इस समय के बारे में हम लोग जानते हैं और पूरा दुनिया जो है और महामारी का अधीनता में है. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൊട്ടാരം മുതൽ കുടിൽ വരെയുള്ള ജനത്തെ ഈ പ്രതികൂലം ബാധിച്ചു. और एक दूसरी बात ऐसे कहने से जिस तरह महल से लेकर झोपड़ी तक इस जो महामारी जो फैला हुआ है. നാം വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന പല കാര്യങ്ങളെ കുറിച്ചും ഇന്ന് നമുക്ക് ഇന്ന് ഒരു എത്തും പിടിയില്ലാത്തൊരവസ്ഥയാണ്. हम जो मूल्य समझते थे और ऐसे बातों को भी कोई तरह का जो मैंने जो समाधान जो है और नहीं हो रहा है. ജോലി നഷ്ടപ്പെട്ടവരായിട്ടുള്ളവര്, ശമ്പളമൊക്കെ വെട്ടിക്കുറച്ചവര്, അങ്ങനെ വളരെ പ്രതികൂലം അനുഭവിക്കുന്നവര്, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവര്, അങ്ങനെ അനേകർ. और हम जानते हैं कितने लोगों का नौकरी चला गया, कितने लोगों का तनख्वाह जो है मैंने आधा या कम हो गया है, और इस तरह बहुत सा ऐसा बातें हम देखते हैं. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ പോലെ ഈ പ്രതികൂലം ബാധിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ഓർത്ത് ഇന്ന് നമുക്ക് ആകുലതയാണ്. हम जानते हैं हमारे बच्चों का भी जो पढ़ाई के विषय में भी इस जो महामारी जो है उसमें भी बंधन डाल दिया है, और बच्चों का भविष्य के बारे में जो लोगों को जो है अभी बहुत व्याकुलता है. മാത്രമല്ല ഈ പ്രതികൂല മുഖാന്തരം നമ്മെ പോലെയുള്ള അനേകർ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ये मुसीबत के कारण और अनेक लोग जो है और इस संसार से भी चला गया है. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് പ്രിയ സഹോദരിമാരെ? ഈ പ്രതികൂലത്തിന്റെ നടുവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് ബലഹീനരായ സഹോദരിമാരായ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം പ്രാർത്ഥന എന്നുള്ളതാണ്. और हम क्या कर सकता है? हमको हम करने का एक बात हम कर सकता है, वही प्रार्थना है. പ്രാർത്ഥനയോളം ശക്തിയുള്ള ഒരു കാര്യം ഈ ലോകത്തിലില്ല. प्रार्थना का उतना तक ताकतवंत कोई भी ऐसे बात नहीं है. നമ്മൾ ഈ തിരുവചനത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അനേക ഭക്തന്മാരും ഭക്തമതികളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് ഉത്തരമരുളി. और हम वचन में भी हम देखते हैं बहुत सा ऐसा भक्तों का प्रार्थना का उत्तर जो है, बहुत सा ऐसा भक्त लोग जो है प्रार्थना करने वाले अनेक लोगों को हम देखते हैं, और प्रार्थना का उत्तर भी परमेश्वर दिया है उनको. വളരെ അസാധ്യമായ കാര്യങ്ങളൊക്കെ ദൈവം അവർക്ക് സാധ്യമാക്കി കൊടുത്തു. ऐसा असाध्य बातों को परमेश्वर साध्य कर दिया. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ കേൾക്കുന്ന അനേക സഹോദരിമാര് പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. जो हमको जो सुनने वाला जो बहनों में से कई लोग जो है और मैंने ऐसे मुसीबतों में है, ऐसा हो सकता है. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. जो मैंने ऐसा जो मुसीबतें उनका सामने हो सकता है, धन दौलत के विषय में भी. കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരം ഭവനത്തിൽ നിന്ന് എതിർപ്പുകൾ ഉള്ളവരായിട്ടുള്ളവരുണ്ടായിരിക്കാം. और जो प्रभु को मानने के कारण मैंने उनको परिवार से तंगी मुसीबतें आए होंगे. ചില രോഗങ്ങളുടെ പിടിയിലായിട്ട് കഷ്ടം അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. कुछ लोग ऐसे बीमारी के कारण और मुसीबतें उनको हो सकता है. പ്രിയ സഹോദരിമാരെ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം. അവൻ നമ്മളെ കൈവിടുകയില്ല. ए बहने, हम प्रभु का चरणों तले आए, वो हमको कभी भी हाथ नहीं छोड़ेगा.
കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. प्रभु कहा है मैं तुमको कभी ना छोड़ूंगा ना त्यागूंगा। ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ആകാശത്തു നിന്നും തീ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. एलिया का प्रार्थना के विषय में हम लोग जानते हैं, वो आकाश से मैंने आग बरसाया है। ഏലിയാവിനെ കുറിച്ച് പറയുന്ന, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ എന്നാണ് യാക്കോബ് പറയുന്നത്. एलिया के विषय में याकूब का पत्री में हम लोग देखते हैं, और हमारे तुल्य हमारे समान व्यक्ति था। 3 വർഷവും 6 മാസവും ഏലിയാവ് പ്രാർത്ഥിച്ചു മഴ പെയ്യാതിരിക്കാനായിട്ട്. एलिया ऐसा प्रार्थना किया था 3 साल और 6 महीना तक, और बारिश नहीं होने के लिए प्रार्थना किया। എന്നാൽ പിന്നീട് താൻ പ്രാർത്ഥിച്ചു മഴ പെയ്യുവാൻ ഇടയായി തീർന്നു. बाद में वो प्रार्थना किया है बारिश होने के लिए, तब बारिश हुआ है। കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനു വേണ്ടി ഒരു സഭ മുഴുവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. जो पतरस बंदीगृह में थे, पूरा कलीसिया जो है उनके लिए प्रार्थना किया। നമുക്കറിയാം എത്രമാത്രം തടവിൽ കിടക്കുന്ന ഒരു വ്യക്തി പുറത്തു പോകാതിരിക്കാൻ എത്രമാത്രം സംരക്ഷണം ആ വ്യക്തിക്ക് ഏർപ്പെടുത്തും എന്നുള്ളത്. हम देखते हैं बंदीगृह में जो है, और उसके मैंने बंधन में जो आएंगे उनको कितना अधिक बंधन में रखता है। എന്നാൽ കാരാഗ്രഹത്തിന്റെ എല്ലാ ബന്ധനങ്ങളെയും തകർത്തുകൊണ്ട് ദൈവം തന്നെ അവിടെ നിന്ന് വിടുവിക്കുവാൻ ഇടയായി തീർന്നു. बंदीगृह का सारे बंधने जो है, और मैंने तोड़कर प्रभु उनको जो है छुटकारा दिया, वहां से बाहर लाया। കാരണം എന്താണ്? ഒരു സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. इसका कारण क्या है? वो कलीसिया का जो है प्रार्थना था। ഒരു പ്രിയ സഹോദരിമാരെ, നമ്മുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കും. ദൈവം സഹായിക്കും നമ്മളെ. मेरे प्यारे बहनों, और हमारे ध्यान से जो है, ഇന്ന് ഞാൻ സഹോദരിമാരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവസന്നയെ പ്രാർത്ഥിച്ച ഹന്ന എന്ന സഹോദരിയെ കുറിച്ചാണ്. आज मैं आपके साथ मनन करने के लिए चाहती हूँ हन्ना के विषय में, जो मुसीबतें समय में, प्रतिकूल के समय में और प्रार्थना किया है। ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന സഹോദരിമാർക്കൊക്കെ ഈ ഹന്നായെ കുറിച്ച് അറിയാമായിരിക്കും. हो सकता है जो बहने हमें सुन रहा है, और हन्ना के विषय में आप जानते होंगे। കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ഹന്നായുടെ സംഭവം അറിയാവുന്ന കാര്യമാണ്. छोटे बच्चे भी हन्ना के विषय में जानते हैं। എന്നാൽ ഇന്ന് ഹന്നായുടെ ചില പ്രത്യേകതകൾ ഞാൻ ഇന്ന് സഹോദരിമാരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. हन्ना के विषय में उनका जो कुछ विशेषताएं जो है आपके सामने रखना चाहती हूँ। എനിക്ക് ദൈവാത്മാവ് ഹന്നായുടെ ജീവിതത്തിൽ നിന്നും തന്ന ചില ചിന്തകൾ ഇന്ന് സഹോദരിമാരോടൊത്ത് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. परमेश्वर की आत्मा मुझे जिस रीति से हन्ना के विषय में जो समझाया है, और उस बातों को आपके सामने रखने के लिए मैं चाहती हूँ। അവളുടെ പ്രത്യേകതകൾ പറയുന്നതിന് മുമ്പായി നമുക്ക് അവളുടെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ശമൂവേലിന്റെ പുസ്തകം 1 അധ്യായം 5 വാക്യം. शमूएल का पहली पत्री 1 अध्याय का 5वां आयत, 1 अध्याय 5, पहले शमूएल 1 अध्याय उसका 5वीं आयत। परंतु हन्ना को वह दूना दान दिया करता था, क्योंकि वह हन्ना से प्रीति रखता था, तो भी यहोवा ने उसकी कोख बंद कर रखी थी। ഇവിടെ നാം കാണുന്നത്, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. यहाँ पर हम देखते हैं यहोवा ने उसकी कोख बंद कर रखी थी। അപ്പോൾ ഇവളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവൾക്ക് മക്കളില്ല എന്നുള്ളതാണ്. इसका जो प्रश्न क्या था, और उनको बच्चे नहीं थे। അവളുടെ ഗർഭം അടച്ചിരിക്കുന്ന ആരാണ്? ദൈവമാണ്. उसका कोख किसने बंद किया है? परमेश्वर ने बंद किया। അപ്പോൾ ഇവളുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കേണ്ടത് ആരാണ്? ദൈവമാണ്. तब उसका जो प्रश्न का जो है जो उत्तर कौन दे सकता है? प्रभु ही दे सकता है। ഒരു യഹൂദ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മക്കളില്ല എന്ന് പറയുന്നത് വളരെ ശാപകരമായ കാര്യമാണ്. एक यहूदी स्त्री के विषय में हम लोग देखते हैं, और जिनको बच्चे नहीं रहेंगे वो एक श्रापित समझते हैं उसको। കാരണം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ളതാണല്ലോ വാഗ്ദത്തം. और हम देखते हैं स्त्री का संतान जो है सांप का, जो सर्प का जो सिर कुचलेगा, എന്ന് പറഞ്ഞാൽ वायदा है। എന്ന് പറഞ്ഞാൽ മശിക
അവരിൽ കൂടി ജനിക്കും, ഒരു സ്ത്രീയിൽ കൂടി ജനിക്കും എന്നുള്ളതായിരുന്നല്ലോ വാഗ്ദത്തം. और यही वायदा परमेश्वर का वचन में हम लोग देखते हैं। और मसीहा जो है और स्त्री से जन्मेंगे। ഒരു കന്യകയിൽ കൂടിയാണ് ആ വാഗ്ദത്തം നടക്കേണ്ടത്. एक कुमारी के द्वारा इस प्रॉमिस जो है पूरा होना है। അതുകൊണ്ട് തന്നെ ഹവ്വ മുതലുള്ള എല്ലാ സ്ത്രീകളും മശിഹ അവരിൽ കൂടി ജനിക്കും എന്ന് ജനിക്കുവാൻ അവർ വളരെ ആഗ്രഹിച്ചിരുന്നു. इसलिए हवा से लेकर जितना भी जो यहूदी स्त्री थी सबको यही चाहते थे उनके द्वारा मसीहा जन्म हो, मसीह का जन्म हो। അല്ലെങ്കിൽ ഈ ദൈവിക വാഗ്ദത്തം അവരിൽ കൂടി നിറവേറണമെന്ന് ഓരോ സ്ത്രീയും ആഗ്രഹിച്ചു. परमेश्वर का इस प्रॉमिस जो है, वायदा जो है और उनके जीवन से पूरा होने के लिए वो चाहते थे। അതുകൊണ്ട് മക്കളില്ലാത്തത് അവർ ഒരു നിർഭാഗ്യമായാണ് കരുതിയിരുന്നത്. इसलिए जिनको बच्चा नहीं था और वो सोचती थी मैं कितना मैं मेरा लक नहीं है या मैं धन्य नहीं है, ऐसा सोचती। മാത്രമല്ല അവളുടെ പ്രശ്നം പെനീനയുടെ പരിഹാസം അവളെ വല്ലാതെ തകർത്തു. और उनके साथ ही पेनिना और वो जो है उनको बराबर तंग करती थी। നാം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുമ്പോഴൊക്കെയും അവൾ അവളെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. यहाँ देखते हैं जब हन्ना यहोवा के भवन को जाती थी तब पेनिना उसको चिढ़ाती थी। ആ പരിഹാസം അവൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. और इस तरह जो चिढ़ाते थे और वो उसके लिए वो समझ उसको सोच नहीं सकता है, वो सह नहीं सकती थी। വാളുകൊണ്ട് മുത്തും പോലെയുള്ള മൂർച്ചയായ സംസാരം അത് അവളെ വല്ലാതെ തകർത്തു. और जिस तरह चोरी से जो बोलते हैं वैसे ही उसका आवाज, उसका वाणी जो है उनके अंदर में पहुंच जाते थे, इस तरह उसको तंग होता था। നമ്മൾ വായിക്കുന്നുണ്ട് 4-ാം വാക്യത്തിൽ, ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും ആയിട്ട് ഇവര് പോകുമ്പോൾ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു ഈ പെനീനയ്ക്ക്. അവർക്കും ഓഹരി കൊടുത്തു എന്ന് നാം വായിക്കുന്നു. हम देखते हैं जिस तरह एल्कान मेलमेली चढ़ाने के लिए जब जाते थे और पेनिना का जो बेटे बेटियों को भी दान दिया करता था। അപ്പോൾ പെനീനയ്ക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. इसलिए हम लोग जानते हैं पेनिना को बेटे बेटियां थी। ഒരുപക്ഷെ ഈ പെനീനയുടെ മക്കളും ഈ ഹന്നയെ പല നിലകളിൽ വേദനിപ്പിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നിരിക്കാം. हो सकता है पेनिना के बच्चे भी हन्ना को इस तरह चिढ़ाते होंगे। പ്രിയ സഹോദരിമാരെ, നാം ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഈ ഭക്തയായ ദൈവാശ്രയമുള്ള ഇത്രമാത്രം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഈ സഹോദരിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു വേദന? मेरे प्यारे बहने, हम लोग सोचते होंगे इतना भक्ति में जीवन बिताने वाले ये जो हन्ना के जीवन में ऐसे क्यों इतना दर्दनाक एक अनुभव से गुजर रही है? എന്തുകൊണ്ടാണ് ദൈവം ഇവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതികൂലം അനുവദിച്ചത്? क्यों परमेश्वर ने इनके जीवन में ऐसा एक मुसीबतें खड़ा किया है? അതറിയണമെങ്കിൽ നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരണം. ന്യായാധിപന്മാരുടെ പുസ്തകം यदि उसको जानने के लिए हमको न्यायों का पुस्तक में आना है। 21-ാം അധ്യായം 25-ാം വാക്യം. 21 अध्याय का 25, 21 का 25, न्यायों 21 उसका 25। उन दिनों में इस्राएलियों का कोई राजा ना था, जिसको जो ठीक जान पड़ता था वही वह करता था। ഇവിടെ നാം വായിക്കുന്ന ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ यहाँ पर हम लोग देखते हैं उन दिनों में इस्राएलियों का कोई राजा नहीं था और जिसको जो ठीक जान पड़ता था वही वह करता था। അവർക്ക് മാനുഷികമായ ഒരു രാജാവില്ലായിരുന്നെങ്കിലും ദൈവമായിരുന്നു അവരുടെ രാജാവ്. उनको मानसिक रीति से राजा नहीं था, लेकिन परमेश्वर उनका राजा था। അവർക്ക് മാനുഷികമായി അവരെ ലീഡ് ചെയ്യുവാനായിട്ട് ഒരു നായകനില്ലായിരുന്നു. मानसिक रीति से उनको चलाने के लिए या उनको आगे रास्ता दिखाने के लिए और संभालने के लिए एक राजा नहीं था। അങ്ങനെ അവർക്ക് ജനം ബോധിച്ചതുപോലെ നടന്നു. അവരുടെ കണ്ണിന് എന്താണ് ശരി എന്ന് തോന്നുന്ന കാര്യം ചെയ്തവർ നടന്നു.
इसलिए लोग जो है अपना मन में जो ठीक जान पड़ता था वैसे ही वो चलता था, वैसे ही वो करता था। ഈ ഇസ്രായേൽ ജനം ലോകവുമായി ഇടപഴകുവാൻ ഇടയായി തീർന്നു. और इसराइल लोग जो है और ये दुनिया के संसार के समान जो है संसार के लोगों के साथ जो है मिलजुल के रहने लगा। ദൈവജനത്തെ ലോകത്തെയും കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയായി. परमेश्वर का लोग और संसार के लोगों में और मैंने पता नहीं चलता था कौन परमेश्वर का है कौन दुनिया का है। ഈ ലോകത്തെ നയിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചവർ ലോക മനുഷ്യരെ പോലെ തന്നെ അവരും ആകുവാൻ ഇടയായി തീർന്നു. और जिस तरह मैंने इस मैंने संसार परमेश्वर को जो सेवा करने वाले और संसार के लोगों के समान लोग बदल गया है। അവര് വിഗ്രഹങ്ങളെ സേവിച്ച് ജീവനുള്ള ദൈവത്തെ മറന്ന് അവർ വിഗ്രഹങ്ങളെ സേവിക്കുവാൻ ഇടയായി തീർന്നു. जीवित परमेश्वर को छोड़कर उन्होंने मूर्ति पूजा करने लगा। ഇനി ഏലിയുടെ അവസ്ഥ നമുക്കറിയാം. ആത്മിക നേതൃത്വം എത്രമാത്രം അധപതിച്ചതാണെന്നുള്ളതിന് ഉദാഹരണമാണ് ഏലി. एली के जीवन में भी हम लोग जानते हैं और मैंने वो आत्मिक जो लीडर था और उनका भी जीवन जो है कितना नीचे तक पहुंच गया है। ഈ കാലഘട്ടത്തിൽ ഈ ജനത്തെ നയിക്കുവാനായിട്ട് ദൈവം ഒരു ലീഡറിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. इन दिनों में परमेश्वर मैंने एक ऐसा लोगों को न्याय करने के लिए चलाने के लिए एक लीडर को एक मैंने नेतृत्व को परमेश्वर ढूंढ रहा था। അതുകൊണ്ട് ആ കാലഘട്ടത്തെ നയിക്കുവാനായിട്ട് ദൈവം തന്റെ പദ്ധതിയിൽ തീരുമാനിച്ച വ്യക്തിയായിരുന്നു ശമൂവേൽ. उन दिनों में और लोगों को चलाने के लिए मैंने न्याय करने के लिए और नियुक्त किया। ऐसा हम देखते हैं शमूएल को। ആ ശമൂവേലിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു സഹോദരിയായിരുന്നു ഹന്ന. शमूएल के लिए परमेश्वर ने तैयार किया व्यक्ति था हन्ना। അതുകൊണ്ട് തന്നെയാണ് യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നത്. इसीलिए परमेश्वर उनका कोख को बंद किया था। അതുകൊണ്ട് ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്തായിരുന്നു ശമൂവേൽ ജനിക്കേണ്ടിയിരുന്നത്. परमेश्वर का एक समय था, उस समय में शमूएल का जन्म होना अनिवार्य था। അതുവരെ അവൾ ഈ ദുഃഖത്തിൽ കൂടി കടന്നു പോകേണ്ടിയിരുന്നു. उस समय तक जो है वो ऐसा मुसीबत में दुख में और मैंने वो रहता था। ആ കുഞ്ഞിനെ ട്രെയിൻ ചെയ്ത് ദൈവത്തിനു വേണ്ടി ഭക്തിയിൽ വളർത്തുവാനായിട്ട് ഒരു ഭക്തമതിയായ സ്ത്രീയെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. और वो बच्चा को और मैंने अच्छा से ट्रेनिंग देके और परमेश्वर का भयभक्ति में बढ़ाते हुए मैंने एक भक्त स्त्री का जरूरी था और उसके लिए परमेश्वर देखता था। പ്രിയ സഹോദരിമാരെ, ദൈവത്തിന് ഒരു സമയമുണ്ട് എല്ലാത്തിനും. प्रिय बहनों, परमेश्वर का एक समय है हर एक बात के लिए। നമ്മുടെ വഴികൾ ദൈവത്തിന്റെ വഴികളിലും നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങളിലേക്കാളൊക്കെ ഉയർന്നിരിക്കുന്നു. हमारा विचार और परमेश्वर में बहुत अंदर है। നമുക്ക് യോഹന്നാസ്നാപകന്റെ സംഭവം തന്നെ അറിയാം. യോഹന്നാസ്നാപകന്റെ മാതാപിതാക്കൾ വളരെ ഭക്തരായിരുന്നു. यूहन्ना बपतिस्मा देने वाला के विषय में भी हम लोग जानते हैं, उनका माता पिता बहुत भक्त था। ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു. वे दोनों और मैंने परमेश्वर का हर एक आज्ञाओं में बने रहते थे और मैंने भय भक्ति का जीवन में रहता था, धर्मी था। പക്ഷെ അവരുടെ പ്രശ്നം അവർക്ക് മക്കളില്ല എന്നുള്ളതായിരുന്നു. उनका भी जो प्रॉब्लम यही था, उनका भी बच्चा नहीं था। എന്നാൽ അവർക്ക് വളരെ അവരുടെ വാർദ്ധക്യത്തിലാണ് അവർക്ക് ഒരു മകനെ ലഭിക്കുന്നത്. उनके बुढ़ापे में परमेश्वर ने उनको एक बेटा दिया। എന്തുകൊണ്ടാണ് സഹോദരിമാരെ അത്രയും ദീർഘകാലം അവർ മക്കളില്ലാതിരുന്നിട്ട് വാർദ്ധക്യത്തിൽ ഒരു മകൻ ജനിക്കുവാൻ ഇടയായി തീർന്നത്? मेरी बहन प्यारी बहनों, क्यों उनको उतना दिन तक बच्चा नहीं था और एक बुढ़ापा में क्यों उनको बच्चा मिला? കാരണം സ്നാപക യോഹന്നാൻ കർത്താവിന് മുന്നോടിയായി വരേണ്ട ഒരു വ്യക്തിയായിരുന്നു. कारण और मैंने जो यूहन्ना बपतिस्मा जो है प्रभु यीशु मसीह का पहले जो है और उनको आना था। ഈ സ്നാപക യോഹന്നാന്റെ ജനനത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. यूहन्ना बपतिस्मा देने वाला का भी जीवन के प्रति परमेश्वर का बहुत बड़ा योजना थी। അതുകൊണ്ട് യേശു കർത്താവ് ജനിക്കുന്നതിന് 6 മാസം മുമ്പാണ് സ്നാപക യോഹന്നാൻ ജനിക്കുന്നത്. यीशु मसीह का जन्म का 6 महीना पहले बपतिस्मा देने वाला मैंने यूहन्ना का जन्म हुआ है। അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി നിറവേറുന്നതിന് നമുക്ക് അവന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാം. इसलिए मेरे प्यारी बहनों
और मैंने हमारे जीवन में भी, और परमेश्वर का इच्छा योजना जो है और मैंने पूरा होने के लिए हमको उसके लिए तैयार रहना है, रेडी रहना है। നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. प्रार्थना के साथ हम उसके लिए रहेंगे. ഹന്നായുടെ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ ഇന്ന് ഞാൻ സഹോദരിമാരോടൊത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. हन्ना का प्रार्थना का कुछ विशेषताओं को हम आपके सामने रखना चाहती हूँ. ഒന്നാമതായിട്ട് ഒന്നാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യം നമുക്ക് വായിക്കാം. पहला है 1 अध्याय का 10 और 11. पहला शमूएल 1 अध्याय 10 और 11. वो मन में व्याकुल होकर यहोवा से प्रार्थना करने और बिलख बिलख कर रोने लगी, और उसने यह मन्नत मानी, हे सेनाओं की यहोवा, यदि तू अपनी दासी के दुख पर सचमुच दृष्टि करे और मेरी शुद्धि ले और अपनी दासी को भूल ना जाए और अपनी दासी को पुत्र दे, तो मैं उसे उसके जीवन भर के लिए यहोवा को अर्पण करूंगी और उसके सिर पर चूरा करने ना पाएंगे. ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാം, അത് ആത്മഭാരത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. पहला है वो आत्मा में भरकर और मैंने बोझ के साथ प्रार्थना करती है. അല്ലെങ്കിൽ അതൊരു സമർപ്പണത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. एक समर्पण का प्रार्थना थी. അവൾ പറയുകയാണ്, ദൈവമേ എനിക്കൊരു പൈതലിനെ തന്നാൽ ഞാൻ ആ പൈതലിനെ നിനക്ക് തരാം. और वो बोलती है, यदि मेरे को एक बेटा मिले, वो बेटा को मैं परमेश्वर के लिए देंगे. ദൈവനാമ മഹത്വം മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. और उनका प्रार्थना का लक्ष्य यही था, परमेश्वर का नाम की महिमा होना है. അവൾ വിളിക്കുന്നത് എങ്ങനെയാണ്? സൈന്യങ്ങളുടെ യഹോവേ എന്നാണ് വിളിക്കുന്നത്. और वो ऐसे पुकारते, सेनाओं की यहोवा. ഈ സൈന്യങ്ങളുടെ യഹോവ എന്ന പദം വേദപുസ്തകത്തിൽ നാം ആദ്യം കാണുന്നത് ശമൂവേലിന്റെ പുസ്തകത്തിലാണ്. सेनाओं का शमूएल के पुस्तक में ही देखते हैं. എന്ന് പറഞ്ഞാൽ അവൻ സകലത്തിന്മേലും അധികാരമുള്ളവനാണ്, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നവനാണ്. उसका मतलब यही है, और वो सारे बातों में अधीन है. അവൻ ആജ്ഞാപിക്കാൻ കഴിയുന്നവനാണ്, സർവശക്തനാണെന്നുള്ള കാര്യം അവൾ ഉറപ്പിച്ചു പറയുകയായിരുന്നു. वो सर्वशक्तिमान परमेश्वर है, वो आज्ञा देने वाली परमेश्वर है. ഇവിടെ നാം വായിക്കുന്ന അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു എന്ന് വായിക്കുന്നു. यहाँ पर हम लोग देखते हैं അവളുടെ വേദന എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. इस पद से हम लोगों को यही मालूम पड़ता है उनका मन की वेदना कितना अधिक था. വളരെ സമർപ്പണമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഈ നിലയിൽ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ, ദൈവമേ നീ എനിക്കൊരു പൈതലിനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് തരാമെന്ന്. यदि एक अच्छा समर्पित एक बहन को इस तरह प्रार्थना कर सकते हैं, एक स्त्री को इस तरह प्रार्थना कर सकते हैं, यदि तू एक बेटा देगा, वो बेटा को मैं आपके लिए समर्पण करेंगे. നമുക്കറിയാം ആ കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു. ദൈവജനം ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം. उस समय का मैंने लोग ऐसा था और परमेश्वर को मैंने ज्यादा महत्व नहीं देता था, अपना मन की इच्छा के अनुसार लोग चलते थे. ഒരു ആത്മീക നേതൃത്വം ഇല്ലാത്ത ഒരു കാലഘട്ടം. आत्मिक जो मैंने जो नेतृत्व उनको उस समय नहीं था. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതാ ഒരു ഭക്തയായ സ്ത്രീ, ദൈവാശ്രയമുള്ള ഒരു സ്ത്രീ, ഒരു ആത്മഭാരമുള്ള സ്ത്രീ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. देखते हैं एक भक्त स्त्री, एक आत्मा में बोझ के साथ जो प्रार्थना करने वाली एक स्त्री को हम लोग देखते हैं. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ആത്മഭാരം എത്രമാത്രമാണ്? നമുക്ക് ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള ഭാരമുണ്ടോ? നമ്മുടെ തലമുറയെ കുറിച്ചുള്ള ആത്മഭാരം നമുക്കുണ്ടോ? मेरी प्यारी बहने, क्या हमारा मन कैसा है? हमारा मन में इतना बोझ है क्या? और मैंने इस समय के विषय में हम कितना तक हमारे अंदर बोझ भरा हुआ है? നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ തലമുറ എത്ര മോശം ഒരു തലമുറയാണെന്നുള്ളത്. हम जानते हैं इन दिनों का जो मैंने नौजवान का जो जीवन है, जिंदगी है, कैसे हम जानते हैं.
ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു തലമുറയല്ലേ നാം ഇന്ന് കാണുന്നത്. परमेश्वर को मैंने भूल के लोग चलता है। അമ്മമാരായ നാം എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. जो हम लोग जो माता लोग हैं और हम लोग कितना अधिक उसके लिए प्रार्थना करना है। നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളാണ് ഇതെന്നുള്ളത് ലോക സംഭവങ്ങളൊക്കെ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. हम जानते हैं प्रभु यीशु मसीह का आगमन बहुत नजदीक है। इस संसार का हर एक बातों से हम इस बातों को जान सकता है। കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കൂട്ടു സഹോദരിമാരെ ഒരുക്കാം. और मैंने प्रभु का आगमन का तैयारी में और लोगों को भी हम मैंने उसके लिए तैयार करेंगे। ഹന്നായെ പോലെ നമുക്ക് ആത്മഭാരമുള്ളവരായിരിക്കാം. हन्ना के समान हम जो है एक बोझ से भरा हुआ हम रहेंगे। ഇവളെ സംബന്ധിച്ച് ഇവളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വമായിരുന്നു. और हन्ना का लक्ष्य यही था, परमेश्वर के नाम की महिमा होना है। പ്രിയ സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥനയുടെയും ലക്ഷ്യം ദൈവനാമ മഹത്വമായിരിക്കട്ടെ. प्रिय बहने, हमारा प्रार्थना का भी लक्ष्य यही होना है, प्रभु का नाम की महिमा। ഒന്നാമതായി നാം ചിന്തിച്ചു അവളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത അത് ആത്മഭാരത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. पहला हम मैंने देखे हैं और उनका प्रार्थना मैंने बोझ के साथ वो प्रार्थना करती थी। അവൾ ആ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു ഭക്തയായ സ്ത്രീ. और उन दिनों का जो मैंने समय को जान रही थी और वो समय के अनुसार जो है और मैंने वो भक्ति के साथ और बोझ के साथ वो प्रार्थना करती थी। രണ്ടാമതായിട്ട് അത് അന്തരാത്മാവിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. രണ്ടാമതായി दूसरा बात हम देखते हैं वो मैंने उनका मन के अंदर से वो प्रार्थना आती थी। ഒന്നാം അധ്യായത്തിന്റെ 13-ാം വാക്യം. 1 अध्याय का 13वीं आयत, पहला शमूएल 1 अध्याय उसका 13। हन्ना मन ही मन कह रही थी, उसके होंठ तो हिलते थे परंतु उसका शब्द ना सुन पड़ता था, इसलिए एली ने समझा कि वह नशे में है। അവൾ ചുണ്ടു മാത്രം അനക്കി ശബ്ദം പുറത്തു വരാതെ പ്രാർത്ഥിക്കുകയാണ്. यहाँ देखते हैं उसके होठ तो हिलते थे परंतु उसका शब्द बाहर नहीं आता था। അത്രമാത്രം അവൾക്ക് അവളുടെ വേദന താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. उसका मन तो उतना अधिक बोझ से भरा हुआ था और केवल मन ही मन वो प्रार्थना कर सकती थी। പ്രിയ സഹോദരിമാരെ, നമ്മുടെ വാക്കുകൾ ഒരു പക്ഷെ വലിയ വാക്ചാതുര്യത്തോടെ ഒന്നും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. मेरी बहने, शायद हम लोग मैंने बहुत मैंने ऊंचे ऊंचे प्रार्थना नहीं कर सकते होंगे, എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. हमारे हृदय को जानने वाला एक परमेश्वर है। ദാവീദ് പറയുന്നുണ്ട്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. और दाऊद कहते हैं अंदर का जो सच्चाई को तो चाहते हैं। പ്രിയ സഹോദരിമാരെ, ലോകം നോക്കുന്നത് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളെയാണ്. इस संसार हमारी बाहरी बातों को जानते हैं, देखते हैं, എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. हमारे हृदय को तोलने वाला एक परमेश्वर है। ഇവളുടെ പ്രാർത്ഥന അത് അന്തരംഗത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. उनका प्रार्थना जो है मन के अंदर से जो प्रार्थना था। നമുക്കറിയാം, ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കുവാനായിട്ട് പോയി നിന്നു. और हम जानते हैं चुंगी लेने वाला और फरीसी दोनों प्रार्थना के लिए मंदिर में गए। പരീശൻ തന്നെ പൂഴ്ത്തിക്കൊണ്ട് അനേക കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. फरीसी जो है अपना बड़े बड़े बातों को बोल बोल के प्रार्थना कर रहे थे, എന്നാൽ ചുങ്കക്കാരൻ അധിക വാക്കുകളൊന്നും പറഞ്ഞതായിട്ട് നാം അവിടെ കാണുന്നില്ല. चुंगी लेने वाला ज्यादा कुछ बोलते हुए हम लोग नहीं देखते वहां। ചുങ്കക്കാരൻ മാർത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന്. वो छाती पीट कर बोल रहा है, मुझ पापी पर दया कर। എന്നാൽ നീതീകരിക്കപ്പെട്ടവനായി പോയത് ആ ചുങ്കക്കാരനാണ്. वो धर्मी होकर मैंने चले गए। അതുപോലെ തന്നെ ഒരു പാപിനിയായ സ്ത്രീയെ, അവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിട്ട് എല്ലാരും കൂടി വലിയൊരു കുറ്റവാളിയായിട്ട് കൊണ്ടുവന്ന് കർത്താവിന്റെ മുമ്പിൽ നിർത്തി. और हम जानते हैं व्यभिचार करने वाली एक स्त्री थी और उनको भी पकड़ के लोग जो है प्रभु के सामने लाया। എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. प्रभु बोलते हैं लोगों को, जिसमें पाप नहीं है वो पहला पत्थर मारे। സകലരും പശ്ചാത്തപിച്ച് അവിടെ നിന്നും കല്ല് താഴെ ഇട്ടിട്ട് പോവുകയാണ്, ഓടിപ്പോവുകയാണ്. सारे लोग पश्चाताप करके पत्थर को नीचे डाल दिया और वो लोग चले गए।
ആ പാപിനിയായ സ്ത്രീയും നീതീകരിക്കപ്പെട്ടവളായിട്ട് കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്ന ഒരു നല്ലവനായ കർത്താവ്. वो पावनी स्त्री से और प्रभु क्या बोला है, और मैं भी तुमको दंड नहीं देंगे, और तो वो जो है धर्मी होकर चले गए वहां से। പ്രിയ സഹോദരിമാരെ, നാം എത്രമാത്രം പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവരാണെങ്കിലും ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ് അവന്റെ സന്നിധിയിൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മെ നീതീകരിക്കുന്ന ദൈവമാണ്. हम कितना भी बड़े अपराध में पड़े हुए होंगे, लेकिन हम परमेश्वर के सन्मुख में और आएंगे, और परमेश्वर हमें धर्मी बनाएंगे। മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവൻ ദൈവമാണ്. मनुष्य जो है बाहरी बातों को देखते हैं, लेकिन परमेश्वर हमारे हृदय को जानते हैं। എന്നാൽ ഇവൾ ഈ ശബ്ദം പുറത്ത് കാണിക്കാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ അവളെ തെറ്റിദ്ധരിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു. और हम जानते हैं उनका जो आवाज जो है नहीं आ रहा था, और इसलिए उनके विषय में हम देखते हैं एली को थोड़ा शक हो गया है। ഏലി അവളോട് ചോദിക്കുന്നു, നീ എത്രത്തോളം ഇങ്ങനെ ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. और एली उसे कहते हैं मैंने तुम्हारा नशे कब उतरेंगे, और ऐसे मैंने पूछ रहा था। പക്ഷെ അവൾ അവിടെ ഒന്നും മറുതലിച്ചൊന്നും പറയുന്നില്ല. അവൾ വിളിക്കുകയാണ്, യജമാനനെ, എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കാണരുത് എന്ന് അവൾ പറയുന്നേ. और मैंने हम देखते हैं हे मेरे प्रभु ऐसे करके एली को संबोधित करते हैं, और मैंने ऐसा स्त्री नहीं हूँ ऐसे बोलती है। ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല എന്ന് അവൾ പറയുകയാണ്. मैं तो दुखी मैंने हूँ ऐसे करके बोल रही है, मैं ऐसा दाक मधु पिया हुआ नहीं है। അവൾ അവിടെ ആ നീച സ്ത്രീയായി കാണരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ ഏലി ചിന്തിച്ചു കാണും, സമാഗമന കൂടാരത്തിൽ സേവ ചെയ്യുന്ന സ്ത്രീകൾ ചെയ്യുന്ന പാപത്തെ കുറിച്ച് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഏലിയുടെ മക്കളുമായുള്ള പാപം. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ ഒരാളാണ് ഇവളെന്നാണ് ഈ ഏലി ചിന്തിച്ചത്. हाँ, मैंने ये बोल रही है, मुझे ऐसे एक ओजी स्त्री के समान नहीं देखना, और वहां पर जो है जो सेवा करने वाली അപ്പോൾ അവരെ പോലെ ഒരു നീച സ്ത്രീയായി ഈ ഹന്നായെയും ഏലി ചിന്തിച്ചു. सोचे होंगे ये भी एक ओजी स्त्री के समान है। അപ്പോൾ ഈ ആത്മീക നേതൃത്വം എത്രമാത്രം അധപതിച്ചതായിരുന്നു എന്ന് പ്രിയ സഹോദരിമാരെ നമുക്ക് ഇവിടെ നിന്ന് ചിന്തിക്കാൻ കഴിയും. इसलिए हम लोग जानते हैं उस समय का जो आत्मिक जो कार्य कितना भी नीच अवस्था में चले गए हैं, इस बातों को हम लोग जानते हैं। ഈ ഹന്ന എന്ന സഹോദരിയെ സംബന്ധിച്ച് അവൾക്ക് ഭവനത്തിൽ ഒരു സമാധാനമില്ല. ये हन्ना को हम लोग जानते हैं घर में भी उनको उतना शांति नहीं मिलता था। അവിടെ അവളുടെ പെനീനയെ കുറിച്ച് പറയുന്നത് പ്രതിയോഗി എന്നാണ് പറയുന്നത്. और पेनिना के विषय में हम देखते हैं वो उसका दुश्मन जैसा ही है। അവളുടെ പ്രതിയോഗി അവളെ എപ്പോഴും മുഷിപ്പിക്കുകയാണ്. वो हमेशा उसको निंदा करती थी, और उनको मैंने तंग करते थे। എന്നാൽ ഒരു അല്പ ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു അവൾ ദേവാലയത്തിലേക്ക് വന്നത്. वो थोड़ा शांति के लिए परमेश्वर का संग वो मैंने मंदिर में आए थे। എന്നാൽ അവിടെയും അവൾക്ക് സമാധാനം കൊടുക്കേണ്ടുന്ന വ്യക്തി അവളെ തെറ്റിദ്ധരിക്കുകയാണ്. और यहाँ पर भी उसको शांति दिलाने वाला व्यक्ति भी उसको जो है उसके ऊपर में शक करता है। പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു എന്ന് വരാം. हे मेरे बहने, हमारे जीवन को भी लोग जो है शक करते होंगे। നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് വരാം. हमारा जो ओठों से जो बोली निकलता है उस पर लोग शक करेंगे। ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നാം വിമർശിക്കപ്പെട്ടു എന്ന് വരാം. दूसरा के सामने हमको लोग चिढ़ाते भी होंगे। എന്നാൽ നമ്മെ കാണുകയും നമ്മുടെ ഹൃദയത്തെ കാണുകയും ചെയ്യുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. और हमें देखने वाला, हमारे हृदय को जानने वाला परमेश्वर स्वर्ग में है। നാം അവന്റെ നാമമഹത്വത്തിനായിട്ടാണ് നാം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായും ആ വിഷയത്തിന്മേൽ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. यदि परमेश्वर का नाम की महिमा के लिए कोई विषय हम लोग प्रार्थना में रखते हैं, निश्चय परमेश्वर उसका उत्तर देंगे। അപ്പോൾ തന്നെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. हमारा दुर्बलताओं में सहयोग करने वाला प्रभु है। പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. पाप छोड़ के बाकी सारे बातों में हमारा तुल्य था प्रभु.
നമ്മെ വേണ്ടും വിധം മനസ്സിലാക്കുവാനായിട്ട് ഈ ലോകത്ത് ആരും കണ്ടെന്ന് വരികയില്ല. हमें सही रीति से जानने वाला देखने वाला इस संसार में कोई भी नहीं होंगे। നമ്മുടെ ഭർത്താവ് നമ്മെ മനസ്സിലാക്കിയെന്ന് വരില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ മനസ്സിലാക്കിയെന്ന് വരില്ല, നമ്മുടെ സഭയിലുള്ളവർ നമ്മെ മനസ്സിലാക്കിയെന്ന് വരില്ല. हमारा हस्बैंड या पति हमको नहीं समझते होंगे, हमारे बच्चे अच्छी रीति से नहीं समझते होंगे, हमारा कलीसिया के लोग भी हमें जिस तरह समझना चाहिए नहीं समझते होंगे, എങ്കിലും നമ്മെ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. लेकिन हमें अच्छी रीति से जानने वाला प्रभु है हमारा परमेश्वर। അപ്പോൾ നാം ഒന്നാമതായിട്ട് ചിന്തിച്ചു, ആത്മഭാരത്തോടു കൂടി അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. हम हन्ना के विषय में हम लोग देख रहे थे, वो आत्मा में बोझ के साथ वो प्रार्थना करती। രണ്ടാമതായിട്ട് അത് അന്തരാത്മാവിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. वो मनी मन प्रार्थना करते हुए दूसरा बातों में हम लोग देखते हैं। ഇനി മൂന്നാമതായി നാം ചിന്തിക്കാൻ പോകുന്നത് അത് ആശ്വാസം ലഭിച്ച പ്രാർത്ഥനയായിരുന്നു. और तीसरा हम देखते हैं, और मैंने उनको बहुत जो शांति मिला हुआ प्रार्थना। 18ാം വാക്യം നമുക്ക് വായിക്കാം. 18वीं आयत हम लोग पढ़ेंगे, 1 अध्याय उसका 18। उसने कहा, तेरी दासी तेरी दृष्टि में अनुग्रह पाए। तब वह स्त्री चली गई और खाना खाया और उसका मुंह फिर उदास न रहा। ഇവിടെ നാം വായിക്കുന്നു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന്. यहीं पर हम लोग पढ़ते हैं, उसका मुंह फिर उदास ना रहा। ഉത്തരം കിട്ടി എന്ന് അവൾ പൂർണ്ണമായും വിശ്വസിച്ചു. उसका प्रार्थना का उत्तर मिल गया है, वो विश्वास किया। പ്രിയ സഹോദരിമാരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടി എന്നുള്ള പൂർണ്ണമായി ഉറപ്പ് ലഭിച്ച സംഭവങ്ങളുണ്ടോ? मेरी बहनें, क्या हमारा प्रार्थना का उत्तर मिल गया, ऐसा कभी मैंने हुआ है क्या? അവന്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. प्रभु के सन्मुख में विश्वास के साथ हम प्रार्थना करेंगे। അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. जो इन पर दृष्टि लगाया उनका मुंह कभी काला होने नहीं पाया। ദൈവസന്നിധിയിൽ ആത്മനിറവോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം എപ്പോഴും പ്രകാശിതമായിരിക്കും. प्रभु का सन्मुख में जो आत्मा से भरा हुआ मैंने एक व्यक्ति का चेहरा जो है, और कभी वो हमेशा जो है मैंने प्रकाशित रहेंगे, कभी काला होने नहीं देते, काला होने नहीं पाते। ഇവിടെ ഈ ഹന്നായെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ദൈവത്തിൽ നിന്നുള്ള ആശ്വാസവും ലഭിച്ചു. മാത്രമല്ല ഏലി പുരോഹിതനും അവൾക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. यहाँ पर हम देखते हैं, और परमेश्वर की ओर से भी उनको जो है आशीष मिला, और एली के द्वारा भी उनको आशीष मिला है। ഏലി പറയാണ്, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവം നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ. 17ാം വാക്യം. एली उनसे कहते हैं, कुशल से चली जा, इस्राएल का परमेश्वर तुझे मन चाहा वर दे। ഏലിക്ക് അറിയില്ല അവൾ എന്താണ് പ്രാർത്ഥിച്ചതെന്നൊന്നും അറിയില്ല. एली को मालूम नहीं था वो क्या बात के लिए प्रार्थना कर रही थी। എന്നാൽ ഏലി അവൾ പ്രാർത്ഥിച്ചതിന് മറുപടിയായിട്ട് അവളുടെ വിഷയം കേട്ടപ്പോൾ പറയുകയാണ്, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. और एली उसका विषय को सुनकर और मैंने बोल रहा है, कुशल से चली जा। പ്രിയ സഹോദരിമാരെ, നമുക്ക് റാഹേലിന്റെ ജീവിതം അറിയാം. അവൾക്ക് മക്കൾ ഇല്ലാഞ്ഞിട്ട് അവൾ ചെന്ന് യാക്കോബിനോട് പറഞ്ഞു, എനിക്ക് മക്കളെ വേണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് യാക്കോബിനോട് പരാതിയുമായി ചെന്നു. हम लोग राहेल के विषय में जानते हैं, राहेल को बच्चा नहीं था, वो राहेल के पास जाके और विनती करते हैं, मुझे बच्चा चाहिए, नहीं तो मैं मर जाएंगी। അപ്പോൾ യാക്കോബ് ചോദിക്കുന്നുണ്ട്, നിനക്ക് മക്കളെ തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്താണോ ഞാനെന്ന് ചോദിക്കുന്നുണ്ട്. और याकूब बोलते हैं, तुझको मैं क्या परमेश्वर के स्थान में हो क्या, तुमको बच्चा नहीं देता है। എന്നാൽ ഇവിടെ ഇതാ ഹന്ന എന്ന സഹോദരി, അവൾ പോയത് മനുഷ്യരുടെ അടുത്തേക്കല്ല, അവൾ കർത്താവിന്റെ അടുക്കലേക്ക് പോയി. हन्ना जो है मनुष्य के पास नहीं गया है, और परमेश्वर के सन्मुख आया है। അവളുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. और उनका सारे जो संकट या दुखों का समाधान जो है परमेश्वर दे सकता है, इस बात पर वो विश्वास किया। പ്രിയ സഹോദരിമാരെ, നാമും നമ്മുടെ ആവശ്യങ്ങൾ മനുഷ്യനോട് പറയുമ്പോൾ ഒരുപക്ഷെ നാം ലജ്ജിച്ചു എന്ന് വരാം. यदि हम जो है हमारा जरूरतें जो है और मनुष्य के साथ सामने जाके बोलेंगे तो हम लज्जित हो जाएंगे। അവര് നാം പറയുന്ന വിഷയം ആ നിലയിൽ അവർ ഉൾക്കൊള്ളണമെന്നില്ല. जो बातें हम उनसे बोलेंगे, मनुष्य से बोलेंगे,
जैसे हम बोलते हैं वैसे वो नहीं समझ पाएंगे। ഒരുപക്ഷെ നമുക്ക് കൂടുതൽ വേദനയായിരിക്കും അവരിൽ നിന്ന് ലഭിക്കുന്നത്. शायद हमको और ज्यादा दर्दनाक बातें उनकी ओर से मिल सकता है। എന്നാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനവും ലഭിക്കും. और यदि हम प्रभु के सन्मुख आएंगे, सारे बुद्धि से परे जो शांति जो है हमारे हृदयों में हम प्राप्त कर सकता है। നാം പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ ആദ്യം നാം മറ്റുള്ളവരോടല്ലേ പറയാറുള്ളത്. हम अधिकतर हमारा है और നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാം. हम अपना जरूरतें जो है परमेश्वर के पास रखेंगे। ഫിലിപ്പിയ ലേഖനം 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. फिलिपी में हम देखते हैं 4 अध्याय में किसी भी बात की चिंता मत करो, हर एक बात धन्यवाद विनती के പ്രിയ സഹോദരിമാർ, അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. तब जो है परमेश्वर का जो शांति है समझ से बिल्कुल परे है, तुम्हारा मनों को सुरक्षित रखेगा। ആ ഒരു സമാധാനം ഒരിക്കലും ലോകത്തിന് തരാൻ കഴിയുന്നതല്ല. इस तरह का शांति जो है दुनिया कभी नहीं दे सकता है। കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ഞാൻ തരുന്ന സമാധാനമോ ലോകം തരുന്നത് പോലെയല്ല. प्रभु क्या बोला, मेरा शांति तुम्हें देता हूँ, मेरा शांति जैसा दुनिया देता है वैसा नहीं है। അവന്റെ സന്നിധിയിൽ അവനുമായുള്ള ഒരു കൂട്ടായ്മ ബന്ധം അനുഭവിക്കുക എന്ന് പറയുന്നത് വലിയ ആനന്ദം ലഭിക്കുന്നതായ ഒരു അനുഭവമാണ്. प्रभु के साथ जो है जो संगति जो है और बहुत मैंने कितना आनंद का बात है। ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം ശോഭിക്കും, അവരുടെ മുഖം ഒരിക്കലും വാടുകയില്ല. प्रभु के साथ जो है संगति करते हैं और उनका मुंह कभी भी लज्जित होने नहीं देता है, कभी भी मुरझाता नहीं है उनका चेहरा। അവരെ ഒരിക്കലും നമുക്ക് നിരാശരായിട്ടോ മുഖം വാടിയവരായിട്ടോ കാണാൻ കഴിയുകയില്ല. ऐसे लोगों को कभी भी हम उनका चेहरा उदास या ऐसा होके नहीं देख सकता है, കാരണം അവൻ ആശ്വാസം നൽകുന്നവനാണ്. इसलिए कि प्रभु हमें जो है शांति देने वाला प्रभु है। ഇവിടെ ഇത് ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് അത് ആശ്വാസം ലഭിച്ച പ്രാർത്ഥനയായിരുന്നു. यहाँ हम देखते हैं अन्य का प्रार्थना का जो है उत्तर बहुत आनंद का प्रार्थना था, उनको मिला है, अनुग्रह उनको था। അടുത്തതായിട്ട് നാം കാണുന്നു ആദരിക്കപ്പെട്ട പ്രാർത്ഥനയായിരുന്നു അത്. और चौथी बार हम देखते हैं और उनका प्रार्थना जो है प्रभु उनको आदर दिया है। 1 അധ്യായത്തിന്റെ 19 വാക്യം. 1 अध्याय उसका 19वीं आयत 19। वे सवेरे उठ यहोवा को दंडवत करके रामा में अपने घर लौट गए और एलकाना अपनी स्त्री हन्ना के पास गया और यहोवा ने उसकी सुधि ली। ഇവിടെ നാം വായിക്കുന്നു, യഹോവ അവളെ ഓർത്തു. यहाँ हम देखते हैं यहोवा ने उसकी शुद्धि ली। അവൾ എന്തായിരുന്നു സഹോദരിമാരെ പ്രാർത്ഥിച്ചത്? 11 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നു, സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. हम देखते हैं क्या उनका प्रार्थना था। 11वीं आयत में हम लोग देखते हैं, हे सेनाओं के यहोवा, यदि तू अपनी दासी के दुख पर सचमुच दृष्टि करे और मेरी सुधि ले और अपनी दासी को भूल ना जाए। അവിടെ അവൾ പറയുന്നുണ്ട്, അടിയന്റെ സങ്കടം നോക്കി. मेरी दासी के दुख पर सचमुच दृष्टि करे, പിന്നെ പറയുന്ന അടിയനെ ഓർക്കുകയും और मेरी सुधि ले, അടിയനെ മറക്കാതെ, दासी को भूल ना जाए। എത്ര ശക്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു അവളുടെ പ്രാർത്ഥന. मैंने നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ വിഷയങ്ങളിലും, ദൈവമേ അടിയനെ ഓർക്കണം, അടിയനെ നോക്കണം, അടിയനെ മറക്കരുത്. നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് കഴിയുകയില്ലേ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ? इसी तरह हम भी परमेश्वर के सामने प्रार्थना करेंगे, सचमुच हमारे ऊपर में दृष्टि करे, मेरी शुद्धि ले
अपनी दासी को भूल न जाए। അതെ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറികടന്നു പോവാൻ കർത്താവിന് കഴിഞ്ഞില്ല. उसका प्रार्थना को मैंने अनसुनी करना और वो प्रभु नहीं चाहा। യഹോവ അവളെ ഓർത്തു. यहोवा परमेश्वर उनको सुधि लिया। അതേ സഹോദരിമാരെ, അവളുടെ പ്രാർത്ഥനയെ ദൈവം ആദരിച്ചു. किया നമ്മളെ ഓർക്കാമെന്ന് പറയുന്ന പലരും നമ്മളെ മറക്കുവാൻ സാധ്യതയുണ്ട്. हमको याद करेंगे बोलने वाला हमें भूल जाते हैं। എന്നാൽ ആരെല്ലാം മറന്നാലും നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. यदि सब कोई हमें छोड़े त्यागे भूले और हमें मैंने याद करने वाला प्रभु हमारे साथ है। തിരുവചനത്തിൽ പറയുന്ന പോലെ അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. एक माँ अपनी बच्चे को भूल सकते हैं, लेकिन प्रभु कभी नहीं भूलेंगे। നമുക്ക് യോസേഫിന്റെ ചരിത്രം അറിയാം. യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവിടെ 2 വ്യക്തികളും കാരാഗ്രഹത്തിൽ വന്നു, പാനപാത്രവാഹകരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും. हम देखते हैं यूसुफ जो है बंदीगृह में थे, उस समय 2 जो व्यक्ति उनके साथ था। एक मैंने रोटी बनाने वाला था और दूसरा दाखमधु पिलाने वाला। दो व्यक्तियां थे। എന്നാൽ യോസേഫ് സ്വപ്നം വ്യാഖ്യാനിച്ച പ്രകാരം പാനപാത്രവാഹകരുടെ പ്രമാണി പിന്നീട് ആ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുകയും അപ്പക്കാരുടെ പ്രമാണിയെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. यूसुफ जो है उनका दोनों का जो है स्वप्न का मतलब बताया है। जो दाखमधु पिलाने वाले को बताया है, तो अब से फिर से फिरौन का पास जाएंगे, वहां पर तो उस कार्य करेंगे। या रोटी देने वाला व्यक्ति को बताया है, तुमको आज फांसी लगाएंगे। എന്നാൽ യോസേഫ് കാരാഗ്രഹത്തിൽ വെച്ച് പാനപാത്രവാഹകരുടെ പ്രമാണിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നിന്നെ വീണ്ടും ആ സ്ഥാനത്തേക്ക് ആക്കും, അപ്പോൾ നീ എന്റെ കാര്യം ഫറവോനോട് ഓർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. यूसुफ ने इस दाखमधु पिलाने वाला व्यक्ति से क्या बोला है, और तुम फिर से फिरौन के पास जाएंगे, तो मेरा भी सुधि लेना। എന്നാൽ ആ തിരുവചനത്തിൽ വായിക്കുന്നു, പാനപാത്രവാഹകരുടെ പ്രമാണി യോസേഫിനെ മറന്നുപോയി എന്ന്. और हम देखते हैं वचन में हम लोग पढ़ते हैं, जो दाखमधु पिलाने वाला व्यक्ति जो है यूसुफ को भूल गया। പ്രിയ സഹോദരിമാരെ, മനുഷ്യർ നമ്മളെ മറക്കും. हे मेरी बहनें, मनुष्य जो है हमको भूल सकता है। നമ്മെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞവരൊക്കെ തക്ക സമയത്ത് അവർ മറക്കും. हमको मदद करेंगे बोलने वाला मैंने वो समय के अनुसार वो भूल जाते हैं उस कार्य को। എന്നാൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. हमको याद करने वाले एक प्रभु है। ഹന്നായെ ഓർത്ത പോലെ നമ്മെ ഓരോ വ്യക്തികളെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. हन्ना का सुधि लिया हुआ परमेश्वर हम एक ही को सुधि लेने वाला परमेश्वर है। പ്രിയ സഹോദരന്മാരെ, ഇനി നമ്മളെ ആരെല്ലാം ഓർത്തു വെച്ചാലും ദൈവം നമ്മളെ മറന്നു കളഞ്ഞാൽ പിന്നെ ദൈവം ഓർക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ये मेरी बहनें, इस संसार का लोग जो है हमको याद करके रखे या प्रभु को भूल जाएंगे, तो क्या फायदा है उससे। നമുക്കറിയാം, ക്രൂശിലെ കള്ളൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. और वो क्रूस पर जो लटकाए हुआ एक मैंने डाकू ने ऐसा प्रार्थना किया था, हे प्रभु यदि तू स्वर्गराज जाएंगे, मुझे भी मेरा भी सुधि लेना। തീർച്ചയായിട്ടും കർത്താവ് ഓർത്തു. കർത്താവ് പറഞ്ഞു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നോട് കൂടെ ഇന്ന് പർദീസയിലായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. प्रभु उनको क्या बोला, आज तू मेरे साथ परदीसा में होंगे। അതുപോലെ ശിംശോനും തന്റെ ആയുസിന്റെ അന്ത്യത്തിൽ മരണത്തോടടുത്തപ്പോൾ പ്രാർത്ഥിച്ചു ഒരു വാക്കുണ്ട്, ഈ സമയത്തേക്ക് എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. शिमशोन जो है उसका मृत्यु के समय में परमेश्वर से ही प्रार्थना किया, प्रभु मेरा सुधि ले। ശിംശോന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. शिमशोन का प्रार्थना प्रभु सुन लिया। നമ്മെ ഓർക്കുന്ന ഒരു ദൈവം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും നമ്മെ ഓർക്കുന്നവനാണ്. हमारा मैंने दीनता में हमें याद करने वाला प्रभु है। वो प्रभु हमको याद करता है, सुधि लेता है। ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് നാം ഇവിടെ വായിച്ചു, ദൈവം അവൾക്ക് ഒരു പൈതലിനെ നൽകി. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞു അവന് ശമൂവേൽ എന്ന് പേരിട്ടു. 20वीं आयत हम लोग देखते हैं, 1 अध्याय का 20वीं आयत। तब हन्ना गर्भवती हुई और समय पर उसके एक पुत्र हुआ और उसका नाम सामुएल रखा, क्योंकि वह कहने लगी, मैंने यहोवा से मांगकर इसे पाया है।
പിന്നീട് നാം വായിക്കുന്ന 21 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട് അവര് ആണ്ടുതോറും വീണ്ടും ദേവാലയത്തിലേക്ക് പോകാൻ പതിവായിരുന്നു. എന്നാൽ ഹന്ന പോകുന്നില്ല കുഞ്ഞുമായിട്ട്. हाँ, यहाँ 21वीं आयत में हम लोग देखते हैं वो हर साल प्रतिवर्ष को मेल बलि चढ़ाने को अपनी मन्नत पूरी करने के लिए वो जाते थे, लेकिन हन्ना उनके साथ नहीं जाता है। 22 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധി ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടത് ഞാൻ അവനെയും കൊണ്ടുപോരാമെന്ന് പറഞ്ഞു. हाँ, हन्ना उनका पति से बोलते हैं और जब बालक का दूध छूट जाएंगे तब मैं उसको ले जाऊंगी कि वह यहोवा को मुंह दिखाए। ഇവിടെ എന്താണ് അവൾ ചെയ്യുന്നത്? ആ കുഞ്ഞു പ്രായത്തിൽ ആ പൈതലിന് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ് അവൾ കൊടുക്കുകയാണ്. और क्या कर रही है? और वो छोटा उम्र में ही उसको पूरा जो है आत्मिक बातें परमेश्वर के विषय में उनको ट्रेनिंग देता है। അവൾക്കറിയാം ഇനി ഈ കുഞ്ഞ് ജീവിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത്. और उनको मालूम था ये बेटा जो है किस रीति से और उस स्थान में उनको रहना है। അതുകൊണ്ട് അവ അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും നൽകി ആ കുഞ്ഞിന് വേണ്ടി അവൾ എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അവളെ ആ കുഞ്ഞിനെ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് അവൾ പിന്നീടാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത്. हाँ, और उसको बेटा के लिए जिस तरह मैंने आत्मिक जीवन में उनको रहना है और उसका सारे ट्रेनिंग उनको देता है और उसके बाद उसको लेके वो मैंने मंदिर में जाता है। എന്നിട്ട് അവൾ പിന്നീട് ആ കുഞ്ഞുമായി ദേവാലയത്തിലേക്ക് പോവുകയാണ്. हाँ, उसके बाद वो बेटा को लेके वो मंदिर की ओर जाते हैं। 27 വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. 27वीं आयत में हम लोग देखते हैं, 27 में देखते हैं, ये वही बालक है जिसके लिए मैंने प्रार्थना की थी और यहोवा ने मुझे मुंह मांगा वर दिया है। അങ്ങനെ അവൾ നേർന്ന നേർച്ച പോലെ ആ പൈതലുമായ ആലയത്തിലേക്ക് വരികയാണ്. അവൾ പറയാണ്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, യഹോവ എന്റെ പ്രാർത്ഥന കേട്ടു. और वो बोलती है यही बालक के लिए मैंने प्रार्थना किया और परमेश्वर मेरा मुझे मुंह मांगा वर दिया है। പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പറയുവാൻ കഴിയുമോ? ഇങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ? ഞാൻ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെ ഈ വിഷയത്തിന് വേണ്ടി ഇതായിരുന്നു എന്റെ പ്രാർത്ഥന, യഹോവ എനിക്ക് തന്നിരിക്കുന്നു, അങ്ങനെ പറയുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? मेरी बहनें, ऐसा कोई अनुभव आपका जीवन में है क्या? यही मेरा प्रार्थना था, वो प्रार्थना परमेश्वर मुझे दिया है। ഇവിടെ ഇതാ ഹന്ന അവൾ പ്രാർത്ഥിച്ച ആ വിഷയവുമായി ദൈവസന്നിധിയിലേക്ക് വരികയാണ്. हन्ना का प्रार्थना का जो विषय था वो विषय को लेकर और वो परमेश्वर के सन्मुख आते हैं। അപ്പോൾ മാത്രമായിരിക്കാം ഏലി എന്താണ് അവൾ പ്രാർത്ഥിച്ചതെന്നുള്ളത് അറിഞ്ഞത്. उस समय एली जानते होंगे और क्या वो प्रार्थना कर रही थी इस बातों को। ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, അവൾ ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞല്ലേ എന്നുള്ള ചിന്തയിൽ ആ കുഞ്ഞിനെ കൊടുക്കാതിരുന്നില്ല. और ये उसका मन में नहीं सोची है इतना दिन के बाद मेरे को एक बेटा मिला है, क्यों इस बेटा को मैं मंदिर में ले जाकर छोड़ूं, ऐसा नहीं सोची है। അവൾ ആ പൈതലുമായി ആലയത്തിലേക്ക് വന്നു. और वो बालक को लेकर जो है और वो मंदिर में गई ആ है। പൈതലിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൾ ചെയ്തു. वो बेटा के लिए जिस तरह उनका रिस्पॉन्सिबिलिटीज था वो पूरा किया है। അവൾ ആ ആലയത്തിൽ നിന്ന് തിരിച്ച് ഭവനത്തിൽ വരുമ്പോൾ നമുക്കറിയാം അവൾക്ക് എത്രമാത്രം ഏകാന്തതയായിരിക്കും ആ ഭവനത്തിൽ അവൾക്കുള്ളതെന്ന്. और वो वापस जब आती है बेटा को मंदिर में छोड़कर और सोचो उसका वो कितना मैंने एक अकेलापन महसूस करते होंगे घर में। അവൾ അത്രയും ദിവസം ലാളിച്ച് വളർത്തി കുഞ്ഞിന്റെ കളിച്ചിരികളൊക്കെ കണ്ട് കൊച്ചു വർത്തമാനം ഒക്കെ കേട്ട് ഇരുന്ന് അവൾ ഇപ്പോൾ ഏകയായിരിക്കുകയാണ്. അവൾക്ക് ആ ഏകാന്തത ഉണ്ടായിരിക്കും എത്രയായാലും തീർച്ചയായിട്ടും. और इतना दिन तक वो बेटा के साथ इतना उसको लालन पालन करते समय में उसका हंसी खुशी देखते हुए उसका छोटा बोली सुनते हुए वो आ रहे थे, अभी उसको वो मंदिर में छोड़कर जब घर लौटी है, क्या उसका मन में मैंने अकेलापन महसूस नहीं किया? എന്നാൽ അവളെ ദൈവം വീണ്ടും ആദരിച്ചു. അവളുടെ ഏകാന്തത മാറ്റുവാനായിട്ട് അവൾക്ക് 5 മക്കളെ കൂടി നൽകി. और वो परमेश्वर और उनका जो अकेलापन को दूर करने के लिए उनका 5 और बच्चे दिया है। അവൾ ദൈവത്തെ ആദരിച്ചതുകൊണ്ട് ദൈവം അവളെയും ആദരിക്കുവാൻ ഇടയായി തീർന്നു. प्रभु को मैंने
सम्मान दिया है, इसलिए प्रभु उसको भी सम्मान दिया। പ്രിയ സഹോദരിമാരെ, നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിലൊന്നും പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. मैंने जो हम मसीह के लिए, प्रभु के लिए कुछ भी करेंगे और उसका प्रतिफल निश्चय मिलेगा। അതിനെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു നൽകുന്നവനാണ് നമ്മുടെ ദൈവം. वो मैंने हम मांगने से बढ़कर जो आशीष देकर देने वाला प्रभु है। അത് ഇവിടെ ഹന്ന അവളുടെ കുഞ്ഞിനെയാണ് നൽകിയതെങ്കിൽ ഒരുപക്ഷെ ദൈവം നൽകുന്ന ഭൗതിക നന്മകളാകട്ടെ, സമ്പത്താകട്ടെ, നമുക്കുള്ളതൊക്കെ നാം കർത്താവിന് നൽകിയാൽ നമുക്ക് ധാരാളമായി അമർത്തി കുലുക്കി വലിയൊരളവ് നൽകുന്നവനാണ് നമ്മുടെ ദൈവം. और हन्ना जो है अपना बेटा को दिया, लेकिन हमें जो प्रभु ने दिया हुआ मैंने जो भी ताकत है और वो प्रभु के लिए देंगे। प्रभु हमें मैंने उसमें दबा दबा कर प्रभु हमें आशीष देंगे। അതെ, ദൈവം അവളെ ഓർത്തു, കർത്താവ് അവളെ ആദരിച്ചു. प्रभु उनको याद दिला, स्तुति लिया और उनको आशीष दिया है, आदर दिया है। നാം ചിന്തിച്ചു, അവൾ ആത്മഭാരത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. और हम लोग देखा था वो बहुत मैंने आत्मा में बोझ में वो प्रार्थना किया, बोझ के साथ प्रार्थना किया। നമുക്ക് നമ്മളുടെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. हमको मैंने हमारा हर एक बातों के विषय में और आत्मा में बोझ के साथ हम प्रार्थना करेंगे। നമുക്ക് ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. इस समय के विषय को याद करते हुए बोझ के साथ हम प्रार्थना करेंगे। നമ്മുടെ തലമുറയെ ഓർത്ത് നമുക്ക് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. हमारा पीढ़ियों को देखकर मैंने हम बोझ के साथ प्रार्थना करेंगे। നമ്മുടെ സഭയുടെ വളർച്ചയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. हमारा कलीसिया का उन्नति के लिए हम बोझ के साथ प्रार्थना करेंगे। നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കർത്താവിനെ അറിയാത്ത എത്രയോ പേരുണ്ട്. നമുക്ക് അവരെ ഓർത്ത് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. അവരാരും നിത്യാഗ്നിയിലേക്ക് പോകാതിരിക്കാൻ ഒരു ആത്മഭാരം നമുക്ക് ഉണ്ടാകട്ടെ. हमारा परिवार में या हमारा रिश्तेदारों में कितने लोग ऐसा है प्रभु को नहीं जानते हैं, उनके लिए बोझ के साथ हम प्रार्थना करेंगे। അതുപോലെ തന്നെ നമുക്ക് അവളുടെ പ്രാർത്ഥന അന്തരാത്മാവിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. और वो अंदर से वो प्रार्थना कर रहे थे, मन ही मन प्रार्थना कर रहे थे, अंदर से प्रार्थना कर रहे थे। അവൾ തെറ്റിദ്ധരിക്കപ്പെട്ടുവെങ്കിലും അവസാനം അവളെ ആശ്വസിപ്പിച്ച ദൈവം, ആശ്വാസം ലഭിച്ച പ്രാർത്ഥനയായിരുന്നു അത്. उनको जो है और मैंने शक किया था और लेकिन परमेश्वर उनको आदर दिया है। ആദരിക്കപ്പെട്ട പ്രാർത്ഥനയായിരുന്നു. उनका प्रार्थना जो आदर किया है। അവസാനമായിട്ട് നാം 2 അധ്യായം 1 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. 2 अध्याय का 1वीं आयत 2 का 1। तब हन्ना ने प्रार्थना करके कहा, मेरा मन यहोवा के कारण मगन है, मेरा सींग यहोवा के कारण ऊंचा हुआ है, मेरा मुंह मेरे शत्रुओं के विरुद्ध खुल गया, क्योंकि मैं तेरे किया हुआ उद्धार से आनंदित हूँ। ഈ പ്രാർത്ഥനയെ നമുക്ക് പറയാം ആരാധനയോടെയുള്ള പ്രാർത്ഥന. यहीं पर हम देखते हैं आराधना के साथ वो प्रार्थना कर रही है। ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. परमेश्वर का जीवन में दिया हुआ फलाई को वो याद करते हुए वो स्तुति करते हैं परमेश्वर को। തിരുവചനം പറയുന്ന എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, അതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. और हम देखते हैं हर एक बात के लिए धन्यवाद देने के लिए प्रभु का वचन में हम लोग देखते हैं यही परमेश्वर का इच्छा है। നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനവധിയായ നന്മകളെ ഓർക്കാം. हमारा जीवन में परमेश्वर ने किया हुआ हर एक आशीषों को, भलाई को याद करेंगे। പ്രിയ സഹോദരിമാരെ, പ്രത്യേകിച്ച് നമുക്ക് എത്രമാത്രം നന്ദിയോടെ ഓർക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. मेरी बहनें, कितनी ऐसे बातें हमारे जीवन में हैं इस तरह याद करके धन्यवाद देने के लिए। ഈ ലോകം മുഴുവൻ ഈ കോവിഡിന്റെ പിടിയിലായിരിക്കുമ്പോൾ അതിൽ നിന്നും വിടുവിച്ച് ഇത്രത്തോളം സംരക്ഷണം നൽകി കാത്തു സൂക്ഷിച്ച ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകില്ല. पूरा संसार कोविड से मैंने उस मुसीबत में कितने लोग पड़े हुए, लेकिन उसमें से भी हमें कितना सुरक्षित प्रभु ने हमें रखा है, संभाला है। മാരകരോഗങ്ങളിൽ നിന്ന് വിടുവിച്ച് ഇത്രത്തോളം ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയേണ്ടതല്ലേ. इस तरह का कितने ऐसे रोग बीमारियों से प्रभु ने हमें संभाला है, उसके लिए क्या हम मैंने प्रभु को धन्यवाद नहीं देना है।
നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് നാം എപ്പോഴും നന്ദി പറയേണ്ടത് ആവശ്യമാണ്. इतना तक प्रभु हमें संभाला, चलाया और यहाँ तक लाया. ഇവിടെ ഹന്ന പറയുകയാണ്, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു. ഹന്ന പറയുകയാണ്, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. हाँ, हन्ना ने क्या बोलते हैं? हन्ना ने प्रार्थना करके कहा, मेरा मन यहोवा के कारण मगन है, मेरा सींग यहोवा के कारण ऊंचा हुआ है. അവൾ ഈ നന്മ ലഭിക്കുമ്പോൾ ഓർക്കുകയാണ് അവൾ എത്രമാത്രം കരഞ്ഞതാണ്, എത്രമാത്രം നിന്ന അവൾ അനുഭവിച്ചതാണ്. और हम देखते हैं वो कितना रोए हैं और कितना वो निंदाओं को सह लिया. എന്നാൽ ശത്രുവിന്റെ മുമ്പാകെ ഇന്ന് അവളുടെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം സഹായിച്ചു. और आज जो है शत्रुओं के विरुद्ध उनका उनका वो जो है उनका सिर जो है ऊंचा हुआ है. അവള് പറയാണ്, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. और वो क्या बोलते हैं, मेरा सींग यहोवा के कारण ऊंचा हुआ है. പ്രിയ സഹോദരിമാരെ, നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. हे मेरी बहनें, प्रभु का समय के लिए हम वेट करेंगे. എന്നെ കേൾക്കുന്ന സഹോദരിമാർ പലവിധ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. मेरे सुनने वाला मुझे सुनने वाले जाने वाले होंगे. ഒരു പക്ഷേ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദീർഘനാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. कोई विषय के लिए मैंने कितना सालों से प्रार्थना करने वाले भी होंगे. എന്തുകൊണ്ടാണ് ഇതിന് ഉത്തരം ലഭിക്കാത്തതെന്ന് ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. और क्यों मेरा प्रार्थना का उत्तर नहीं मिला है, इस तरह का चिंता में भी पड़े हुए होंगे. തിരുവചനം പറയുന്നത് എന്താണ്? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ആ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. और इसलिए परमेश्वर का वचन बोलते हैं वो समय ठीक समय पर और मैंने हमें उठाएंगे, उस समय तक हम उनका अधीनता में रहना है. പ്രിയ സഹോദരിമാരെ, കർത്താവിന് ഒരു തക്ക സമയമുണ്ട്. ये बहने, प्रभु का एक समय है. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. मैं ऐसा एक ഒരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നു. बताएंगे. ഒരു ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, ആ ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കർത്താവിന്റെ ആ തക്ക സമയം എന്നുള്ള വിഷയമായിരുന്നു അദ്ദേഹവും ഞങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞത്. हाँ, एक प्रभु का दास ने एक बार ऐसा एक उदाहरण दिया है कि मैंने ठीक समय के विषय में, और ये उदाहरण मैं आपके सामने बोलना चाहती हूँ. നമ്മുടെ മുറ്റത്ത് ഒരു റോസാച്ചെടി നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. सोचो हमारा मैंने आंगन में एक रोज का गुलाब का पौधा है. നമുക്കറിയാം, ചെടിയിൽ അത് മുട്ടിടുന്നതും അത് മുട്ടിട്ട് കഴിയുമ്പോൾ അത് വിരിഞ്ഞു കാണാനൊക്കെ നമുക്ക് വളരെ തിടുക്കമുള്ളവരാണ്. हम चाहते हैं और वो जल्दी उसमें मैंने कलियां आए या फूल आए, ये हम चाहते हैं. ഈ റോസയുടെ റോസ മൊട്ടായി കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അതൊരു ഈർക്കിൽ കഷ്ണം വെച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ സൂചി വെച്ച് അതൊന്ന് പതുക്കെ വിടർത്തി കൊടുക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക. सोचो उसमें कलियां आने के बाद वो कलियों कोई मैंने सुई लेके उसको धीरे धीरे उसका मैंने फूल बनाएंगे, सोचेंगे. അങ്ങനെ ഞാൻ എന്റെ ശ്രമം കൊണ്ട് ആ ഇതളുകൾ ഓരോ ദിവസമായിട്ട് വിടർത്തി എനിക്കത് വിരിഞ്ഞു കാണാനുള്ള ആ ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ സ്വയമേ ഇങ്ങനെ വിടർത്തി അതിനെ ഒരു വിധമാക്കിയതിനു ശേഷം ഈ പൂവ് നാച്ചുറൽ ആയിട്ട് അങ്ങ് വിരിയുന്നു. और हमको उसको देखने का बहुत इच्छा के कारण हम क्या करते हैं, उसको हम ही वो कली को मैंने फूल मैंने देखने के लिए, उसके अंदर का फूल को देखने के लिए हम उसको कुछ कार्य करते करते वो मैंने एक दिन स्वयं जो है मैंने फूल आ जाते हैं. എന്നാൽ ആ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം അതിന് അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഡാമേജ് ഒക്കെ കാണും, അതിന് വേണ്ടത്ര ഭംഗി കാണുകയില്ല, പക്ഷെ അത് വിരിഞ്ഞു. और वो फूल आने के बाद हम देखते हैं, हम उसमें सुई से मैंने उसको कितना किया, कई तरह के डैमेज उसमें, उसका खूबसूरती जो है उसमें हम दिखाई नहीं दे सकता है. എന്നാൽ അത് പ്രിയ സഹോദരിമാരെ, ഞാൻ വെയിറ്റ് ചെയ്ത് അത് നാച്ചുറൽ ആയിട്ടായിരുന്നു വിരിഞ്ഞിരുന്നെങ്കിൽ അതിന് എത്ര മനോഹാരിത്വം കണ്ടേനെ. और यदि वो ऐसे ही वो खिल जाता और हम उसमें नहीं छूता, वो कितना मैंने सुंदर होके खिलता.
അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നാം കർത്താവിന് പ്രവർത്തിക്കാനായിട്ടുള്ള സമയം കൊടുത്ത് നാം കുറച്ച് സമയം കാത്തിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അനുഗ്രഹം വളരെ വലുതായിരിക്കും. इसी तरह हम प्रभु के अधीनता में होकर प्रभु के इच्छा के अनुसार और प्रभु के समय के अनुसार हमारा जीवन जिंदगी आगे जाएंगे, वो बहुत मैंने आनंदित हो सकता है। അത് തന്നെയാണ് ഹന്നായുടെ ജീവിതത്തിൽ കണ്ടത്. അവൾ കുറെ നാൾ കാത്തിരുന്നതിന്റെ ഫലമായി അവൾക്ക് ലഭിച്ച ശമൂവേൽ പിന്നീട് കർത്താവിന്റെ ഒരു വിശ്വസ്ത പ്രവാചകനായി തീർന്നു. और इसी तरह हन्ना के जीवन में हम लोग देखते हैं वो मैंने प्रभु का समय तक वो मैंने इंतजार किया है और वो प्रभु ने उनको शमूएल दिया है। शमूएल जो है और उस देश का एक अच्छा भविष्यवक्ता बन गया। അനേക ന്യായാധിപന്മാരും രാജാക്കന്മാരും ഒക്കെ വീണുപോയപ്പോൾ കർത്താവിന് വേണ്ടി ശമൂവേൽ ഉറച്ചു നിൽക്കാൻ ഇടയായത് ഈ ഹന്ന എന്ന സഹോദരിയുടെ പ്രാർത്ഥനയും അവളുടെ ക്ഷമയുമാണ്. और हम देखते हैं कितने राजा लोग और कितने न्यायी लोग आया है और वो स्थिर नहीं हो पाया, लेकिन जो है शमूएल का राज्य जो है स्थिर रहा। उसका कारण जो है हन्ना का प्रार्थना था। ഈ യോവന്ന സ്നാപകനും പിന്നീട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നത് എലിസബത്തിന്റെ സെക്കരിയാവിന്റെയും ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. बपतिस्मा यूहन्ना को भी हम लोग देखते हैं और जो है उनका मैंने समय भी और वो स्थिरता में रहा, उसका कारण उनका माता पिता का प्रार्थना था। അതുകൊണ്ട് കർത്താവിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ ഹന്നായെ പോലെ കാത്തിരിക്കാം. इसलिए प्रभु का समय के लिए हम मैंने हन्ना के समान हम जो है इंतजार करेंगे। ചില വിഷയങ്ങൾക്ക് ഒരുപക്ഷെ പൗലോസിന് ലഭിച്ചതുപോലുള്ള മറുപടി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. कई बार कई प्रार्थनाओं का उत्तर जो है और पौलुस को जिस तरह प्रभु ने उत्तर दिया है, प्रार्थना का उत्तर दिया, वैसे हो सकता है। പൗലോസ് പ്രാർത്ഥിച്ചു, തന്റെ ശരീരത്തിൽ ഒരു രോഗമുള്ളത് മാറുവാനായിട്ട് പൗലോസ് 3 തവണ പ്രാർത്ഥിച്ചു. അപ്പോഴെല്ലാം കർത്താവ് പറഞ്ഞത് എന്താണ്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. पौलुस जो है अपना शारीरिक जो है दुर्बलता के लिए वो 3 बार प्रार्थना किया। प्रभु का उत्तर क्या था? मेरा अनुग्रह तेरे लिए अधिक है। എന്നെ കേൾക്കുന്ന ചില സഹോദരിമാരും ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ കൂടെ ഉള്ളവരായിട്ട് അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. जो बहनें हमको सुन रही है वो बहनों में से कई लोगों के जीवन में ऐसा बीमारियां हो सकता है, संकट हो सकता है। എന്നാൽ പൗലോസിന് കൊടുത്ത ആ കൃപ അതാണ് കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. मैंने आपका जो बीमारी में प्रभु का जो अनुग्रह जो है, प्रभु क्या बोलते हैं? मेरा अनुग्रह तेरे लिए अधिक है और वो अनुग्रह से हमें प्रभु शक्ति बल देता है। പ്രിയ സഹോദരിമാരെ, കർത്താവ് കൊടുത്ത ആ കൃപ കൊണ്ട് പൗലോസ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? मेरी बहनें, पौलुस को जो प्रभु ने दिया हुआ अनुग्रह से वो कितना बड़ा कार्य प्रभु के लिए किया है। എത്ര സഭകൾ സ്ഥാപിച്ചു. എന്തുകൊണ്ടാണ്? തനിക്ക് ദൈവം കൊടുത്ത ആ കൃപയായിരുന്നു തനിക്ക് ഇത്രമാത്രം ഓടുവാനും അധ്വാനിക്കാനും ഇടയായത്. हाँ, प्रभु ने उनको दिया हुआ जो अनुग्रह है और उस अनुग्रह से और वो बल पाकर वो मैंने आगे की ओर दौड़ पूरा किया है। പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ദൈവ ആ കൃപ നമുക്ക് നൽകും. हे बहनें, प्रभु ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. उस अनुग्रह के लिए हम प्रार्थना करेंगे। ഹന്ന ഒരു സാധാരണ സ്ത്രീയായിരുന്നു. हन्ना एक साधारण स्त्री थी। മിര്യാമിനെ പോലെ ഒരു ലീഡർ ഒന്നും അല്ലായിരുന്നു അവള്. मिरियाम के समान कोई ऐसा कुछ मैंने മിര്യാമിനെ പോലെ ഒരു ലീഡർ അല്ലായിരുന്നു അവൾ. मिरियाम के समान मैंने ऐसा कोई लीडर नहीं थी। ദെബോരയെ പോലെ ഒരു ന്യായാധിപയും അല്ലായിരുന്നു. दबोरे के समान न्याय भी नहीं थी, എന്നാൽ അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. लेकिन वो प्रभु पर भरोसा किया। പ്രാർത്ഥനയിൽ അവൾ സങ്കേതം കണ്ടെത്തി. प्रार्थना में वो समय मैंने बिताया। അതുമാത്രം അവളുടെ പൈതലിനെ ദൈവം അനുഗ്രഹിക്കാൻ ഇടയായി തീർന്നു. उस कारण जो है उनका बेटा को प्रभु आशीष किया। ഒരു ന്യായാധിപനായും പുരോഹിതനായും ശമൂവേൽ ശോഭിച്ചു. शमूएल जो है न्याय के समान, एक पुरोहित के समान जो है प्रभु के लिए जो है वो मैंने आगे बढ़ा। പിന്നെ നമുക്കറിയാം, പിന്നീട് ശൗലിനെയും ദാവീദിനെയും ഒക്കെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത് ശമൂവേലാണ്. और हम देखते हैं शाऊल को और दाऊद को भी जो राजा के लिए अभिषेक करता है ये शमूएल। അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി
ഹന്ന എന്ന ഒരു സാധാരണക്കാരിയായ ഭക്തമതിയായ സ്ത്രീയിൽ കൂടെ നിറവേറ്റപ്പെട്ടു. और हम देखते हैं हन्ना जैसा एक साधारण स्त्री के द्वारा परमेश्वर का बहुत बड़ा कार्य जो है पूरा होता है। ആ കാലഘട്ടത്തിൽ ഒരു ലീഡർ ഇല്ലായിരുന്നു. ഹന്നായിൽ കൂടി ദൈവം ഒരു ലീഡറിനെ ഉയർത്തി. उस समय एक अच्छा लीडर नहीं था और हन्ना के द्वारा जो है और एक अच्छा लीडर को उस समूह के लिए मिला। പ്രിയ സഹോദരിമാരെ, തന്റെ പദ്ധതിക്കായിട്ട് ദൈവം നമ്മെ ഉൾപ്പെടുത്തുമ്പോൾ നാമും ചില പ്രതികൂലങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. चाहे मैंने हमारे द्वारा जो है परमेश्वर का योजना पूरा होने के लिए हमको हमारे द्वारा परमेश्वर कार्य कर सकता है। നമുക്ക് ഹന്നായെ പോലെ അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. हन्ना के समान हम परमेश्वर के सम्मुख में प्रार्थना करेंगे। ഹന്നായുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത നാം ചിന്തിച്ചു. ആത്മഭാരത്തോടു കൂടിയ പ്രാർത്ഥനയായിരുന്നു. हन्ना का प्रार्थना का जो है विशेषताएं हम देखा है, आत्मा के बोझ के साथ वो प्रार्थना करती थी। അന്തരാത്മാവിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. वो अंदर से मनामन अंदर से प्रार्थना करते थे। ആശ്വാസം ലഭിച്ച പ്രാർത്ഥനയായിരുന്നു. उसको मैंने जो है शांति मिला प्रार्थना था। ആദരിക്കപ്പെട്ട പ്രാർത്ഥനയായിരുന്നു. आदर मिला प्रार्थना था। ആരാധനയോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു. आराधना के साथ वो प्रार्थना किया। നമുക്കും ദൈവസന്നിധിയിൽ അവന്റെ സമയത്തിനായി കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. हम परमेश्वर को समय के लिए हम इंतजार करेंगे, उसके लिए प्रभु का नाम की महिमा।